അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഞാൻ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒരു ട്രിപ്പ് പോവാണ്. ഫാമിലിയും എല്ലാവരും ഉണ്ട്. ഊട്ടിയിലോട്ടാണ് പോകുന്നത്. ഊട്ടിയിലെ വെതറൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും പിന്നെ ഫാമിലി ആയിട്ടൊന്ന് എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമാണ് ഈ ട്രിപ്പ്. കാരണം ഉമ്മയും അനിയനും ഒന്നും ഇതുവരെ ഊട്ടി പോയിട്ടില്ല. അപ്പോൾ അവർക്ക് ആദ്യമായിട്ട് കാണിച്ചു കൊടുക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മണ്ണാർക്കാട് വഴി അട്ടപ്പാടി കൂടെ ഊട്ടി പോകാനാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ അട്ടപ്പാടി എത്തുന്നതിന് മുമ്പുള്ള ഒരു ഹെയർ പിന്നിലെ വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ അവിടെ ജസ്റ്റ് നിർത്തി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ വ്യൂ ആണിത്. മോനെ ഞാൻ രാവിലെ പോകുമ്പോൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെ ഉറക്കത്തുനിന്ന് എടുത്ത് പോവായിരുന്നു. അപ്പോൾ അവന് ഇവിടെ നിർത്തിയപ്പോഴാണ് ജസ്റ്റ് എണീറ്റത് തന്നെ. അട്ടപ്പാടി വഴി പോകുമ്പോൾ നല്ല വൈബായിട്ട് പോകാൻ പറ്റും. നല്ല അടിപൊളിയാണ് പ്ലേസസ് കാണാനെന്നൊക്കെയാണ് കാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റൂട്ട് തിരഞ്ഞെടുത്തതും. അതിൽ തന്നെ മുള്ളി എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസാണ് നല്ല ഭംഗിയുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുള്ളി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടി ഈ റൂട്ട് ചൂസ് ചെയ്തത്. പക്ഷേ ഞങ്ങളുടെ പൊട്ടഭാഗ്യത്തിന് മുള്ളി ക്ലോസ്ഡ് ആയിരുന്നു. മുള്ളിയിലോട്ട് പോകുന്ന വഴി ക്ലോസ്ഡ് ആയിരുന്നു. ഞങ്ങളോട്ട് വിളിച്ച് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അത് കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും നല്ല രസമുള്ള പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ. പോകുമ്പോൾ ഫുൾ പച്ചപ്പും മലകളും ഒക്കെ ആയത്. രാവിലെ ആയതുകൊണ്ട് ചൂടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ പോയി. യാത്ര കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് മോൻ്റെ ഒരു 3-4 ഉറക്കം അതിൻ്റെ ഇടയിൽ ഊട്ടി എത്തുന്നതിന് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെയർ പിന്നൊക്കെ കയറുമ്പോൾ അവൻ ഉറങ്ങായിരുന്നു. അതുകൊണ്ട് വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഊട്ടിയിലെത്തിയത് 1 മണിയായിട്ടുണ്ട്. റോഡ് മോശമായിരുന്നു. പിന്നെ റൂട്ട് കുറേയൊക്കെ അടച്ചതുകൊണ്ടും ഞങ്ങൾ തിരിഞ്ഞ് 1 മണിയായി ഇവിടെ എത്തിയപ്പോൾ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് റൂമിലൊന്ന് വന്ന്
മോന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഫുഡും കഴിച്ചിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി. ഉമ്മാക്ക് ചെടികളും പൂക്കളൊക്കെ ഭയങ്കര ക്രേസുള്ള ഒരാളാണ്. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്തായാലും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പോയി. ഉച്ച ആയതുകൊണ്ട് തന്നെ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. തണുപ്പില്ല എന്നല്ല, പക്ഷേ ഖത്തറിലൊക്കെ വിൻ്റർ സീസണിലുണ്ടാവുന്ന ആ ഒരു തണുപ്പൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വെയിലുള്ളതുകൊണ്ട് നല്ല സുഖമായിരുന്നു. അവിടെ ജസ്റ്റ് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ 2 സായിപ്പന്മാരുണ്ടായിരുന്നു. അപ്പോൾ മോൻ അവിടെ ഓടി പോയി. വാട്ടർമെലൻ കണ്ടപ്പോൾ അവനതിന് ജസ്റ്റ് കയറാൻ പോയതാണ്. അപ്പോൾ ഇവരവിടെ ഇരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവരോട് സംസാരിച്ച് അവൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവൻ സ്മാർട്ടാണെന്നൊക്കെ പറഞ്ഞു അവർ. We've just driven through the national park. So elephants. Yeah. All that's coming up From Mysore. Yeah. And the temple. Yeah. Fantastic. The palace. Yeah, the palace. Sorry, the palace. Food's beautiful. And lovely rice pudding. Gorgeous rice pudding. അവർ രണ്ടുപേരും ഐലൻഡിൽ നിന്നാണ് വരുന്നത്. അവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് വന്നതാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ ടീ ഫാക്ടറി പോയി. ടീ ഫാക്ടറിയത്തെ സ്റ്റെപ്പൊക്കെ കയറി വന്നപ്പോഴേക്കിനും എല്ലാവരും ക്ഷീണിച്ചിരുന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. ടീ ഫാക്ടറി പിന്നെ എനിക്ക് വലിയ പുതുമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 2-3 തവണ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അനിയനും ഉമ്മാക്കൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ കയറിയതാണ്. നാടമ്മക്ക് പേടിയുണ്ടടാ. നന്മനെ പിടിച്ചിറക്ക്. ഇല്ലല്ല, ഇപ്പൊ നമ്മക്ക് നല്ല ധൈര്യമായി.
അതിനുശേഷം പിന്നെ ഞങ്ങൾ റൂമിലോട്ട് വന്നു. നൈറ്റ് ആയല്ലോ. പിന്നെ നാളെ ബാക്കിയുള്ള സ്ഥലങ്ങൾ പോകാമെന്ന് പ്ലാൻ ചെയ്ത് റൂമിലോട്ട് വന്നു. ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്നുണ്ടായിരുന്ന വ്യൂ. നൈറ്റ് ആയതുകൊണ്ട് നല്ല തണുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ 15 ഡിഗ്രി തണുപ്പായിരുന്നു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഞങ്ങളുടെ പ്ലാനുകളെല്ലാം മാറി. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും കാണാൻ നിന്നില്ല. പെട്ടെന്ന് നാട്ടിലോട്ട് വരേണ്ട ഒരാവശ്യം വന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോരുകയാണ്. ഇത് രാവിലെ ഒരു 6 മണിയായിട്ടുണ്ട്. അപ്പോഴത്തെ വ്യൂ ആണിത്. ഞങ്ങൾ പിന്നെ തിരിച്ച് കോയമ്പത്തൂർ വഴി വീട്ടിലോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ. താങ്ക്സ് ഫോർ വാച്ചിങ്.